ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഈ അല്പസമയം എന്നുള്ള ഫ്രേസ് ഇന്നത്തെ ആ കൊച്ചു വചനത്തിൽ തന്നെ 7 പ്രാവശ്യം നാം വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അല്പസമയം എന്നുള്ളത് ശിഷ്യന്മാർക്കുണ്ടായ സംശയമാണ്. അത് ശിഷ്യന്മാർക്ക് മാത്രമല്ല, വായിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. ഈ അല്പസമയം എന്ന് പറയുമ്പോൾ ഒരിത്തിരി സമയമാണോ എന്നുള്ളത് ഒരു ഫ്രേസാണെന്ന് പറയുമ്പോൾ നമ്മളുടെ അനുദിന ജീവിതത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം തന്നെയാണിത്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പറയും, മോനെ ഒന്ന് കടയിലോട്ട് പോ എന്ന് പറയുമ്പോൾ കൊച്ചെന്ത് പറയും? ഉടനെ പോയില്ല, ഇത്തിരി സമയം അമ്മ, ഇത്തിരി നേരം കൂടി എന്ന് പറയും. ഇത്തിരി നേരം എന്ന് പറഞ്ഞാൽ ഉച്ച വരെയുള്ള സമയമാണ് ആ കൊച്ചിനെ സംബന്ധിച്ച്. മനസ്സിലായോ? ഇപ്പോൾ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങണ സമയത്ത് ഇപ്പോൾ കൂട്ടുകാരന്മാർ കാത്തു നിൽക്കും, റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പള്ളിയിൽ പോകുന്ന സമയം ഓടി വാ എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് എന്നൊക്കെ പറയുള്ളൂ. പക്ഷേ 1 മിനിറ്റ് എന്ന് വെച്ചാൽ 10 മിനിറ്റാണ് നമ്മെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിലും കൂടുതലാണ്, ഇല്ലേ? ആ രീതിയില്ല. ഇപ്പോൾ ഓഫീസിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണി കഴിയാറായ ചോദിക്കുമ്പോൾ ഒരു 10 മിനിറ്റും കൂടി. 10 മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം മുഴുവൻ എടുക്കുക, എന്നാലും ആ വർക്ക് തീരണമെന്നില്ല. അതൊരു ഫ്രേസാണ്, നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ചില കാര്യമുണ്ട്. ഇപ്പം എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത്, 10 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് അതൊരു ഫ്രേസാണ്, അതൊരു ടൈം ഫ്രെയിമായിട്ട് വെച്ചിരിക്കുന്ന കാര്യമല്ല. ഇവിടെ ക്രിസ്തുവും പറയുന്നത് തന്നെയാണ്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അത് ഈ അല്പസമയം അത് വേദനയുടെ സമയമാണ് എന്നുള്ളതാണ് ക്രിസ്തു ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അവൻ്റെ വിടവാങ്ങൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് വലിയ വേദനയാണ്. അവൻ്റെ മരണത്തിലൂടെ 3 ദിവസം അവർക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് വലിയ വേദനയുടെ ദിവസങ്ങളാണ്. ഈ കർത്താവ് പറയുന്ന അല്പ നിമിഷം അല്ലെങ്കിൽ അല്പസമയം എന്ന് പറയുന്നത് 3-ാം പക്കം എന്നുള്ള കൺസെപ്റ്റിലെടുത്താൽ മതി. ജീവിതത്തിൻ്റെ ഏതൊരു വേദനകൾക്കും സങ്കടങ്ങൾക്കും 3-ാം പക്കത്തിനപ്പുറം ആയുസ്സില്ല എന്നൊരു ഓർമ്മപ്പെടുത്തല. ഇന്ന് അനുഭവിക്കുന്ന വലിയ സങ്കടങ്ങളും വേദനകളൊക്കെ അത് ജീവിത അവസാനം വരെ തുടരുന്ന വേദനയായിട്ട് സങ്കടമായിട്ടൊന്നും ആരും കാണുന്നില്ല. കാരണം എന്താ? ഇതിനേക്കാൾ എത്രയോ വലിയ വേദനകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും അവയൊക്കെ അതിജീവിച്ച് മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ കണ്ണുനീര് സന്തോഷമായിട്ട് മാറും. അതുറപ്പാണ്. ഈ അല്പസമയം ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മതി, പിന്നെ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി. ഇപ്പോൾ പഠിച്ച് നല്ല റിസൾട്ടൊക്കെ വന്ന്, ഇന്ന് +2ൻ്റെ റിസൾട്ടൊക്കെ വരും. പഠിച്ച് നല്ലപോലെ ഒരുങ്ങിയ കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ ദിവസങ്ങളൊക്കെ വേദനയുടെ ദിവസങ്ങളാണ്. ഉറക്കൊഴിച്ച് പോലും അവർ പഠിക്കണം. പക്ഷെ ആ സങ്കടങ്ങൾ മാറിയപ്പോഴാണ് നല്ല വിജയത്തിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ആ സങ്കടം മാറി സന്തോഷമായിട്ട് അത് മാറുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കർത്താവ് പറഞ്ഞു. അല്പസമയം എന്ന് പറയുന്നത് ഒരുവൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ട, നേരിടേണ്ട വേദനയുടെ സങ്കടങ്ങളുടെ ഒക്കെ സമയങ്ങളാണ്. പക്ഷെ അതിനപ്പുറം ഒരു പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്, വിജയമുണ്ട് എന്നുള്ളതാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അവൻ്റെ മരണത്തിനപ്പുറം ഉദ്ധാനത്തിൻ്റെ മഹത്വമുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തൽ പോലെ, ഒരു രാത്രിക്കിപ്പുറം വെളിച്ചത്തിൻ്റെ പകലുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് നമ്മളുടെ ജീവിതത്തിലും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നാലും അതിൽ തന്നെ തീരുന്നതല്ല, മറിച്ച് അതിനതിജീവിക്കാനുള്ള കരുത്ത് നിൻ്റെ ദൈവം നിനക്ക് തരും. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ വിട്ടുപേക്ഷിച്ച് പോകുക എന്നുള്ളതല്ല, അവനോട് ചേർന്നിരിക്കാൻ വേദനയുടെ സമയങ്ങളിൽ നീ കൂടുതലായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സഹിച്ചവൻ നിനക്ക് സഹിക്കാനുള്ള കരുത്തും അതിജീവിച്ചവൻ നിനക്ക് അതിജീവനത്തിൻ്റെ ബലവും തരും. അതാണ് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം. നമ്മുടെ അനുദിന ജീവിതത്തിലും
എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനകളെ, സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്നറിയുക. ഇന്നിൻ്റെ സങ്കടങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അവയ്ക്ക് പരിഹാരം നീ ഒറ്റയ്ക്ക് തേടേണ്ടതില്ല. പ്രശ്നപരിഹാരകനായ കർത്താവിനെ കൂട്ടുപിടിക്കുക. ജീവിതത്തിൻ്റെ എത്ര വലിയ സങ്കടങ്ങൾക്കും കണ്ണുനീരിനും പ്രശ്നങ്ങൾക്കും അവൻ നിനക്ക് പരിഹാരം തരിക തന്നെ ചെയ്യും.